പ്രിയമുള്ളവരെ, കോടിക്കണക്കിന് ജീവജാലങ്ങളുള്ള ഈ ഭൂമിയിൽ ഒരു ജീവിയാണ് മനുഷ്യൻ. മനനം ചെയ്യാൻ കഴിവുള്ളവൻ എന്ന നിലയിലാണ് മനുഷ്യൻ എന്ന പേർ വന്നത്. ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് ഭക്ഷണമാണ്. ഭക്ഷണം ശരിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ വസ്ത്രത്തിന് വേണ്ടി അന്വേഷിക്കും. അങ്ങനെ വസ്ത്രവും ശരിയായാൽ പിന്നെ അവന് വേണ്ടത് ഒരു വീട്, പിന്നീട് കുടുംബം, പിന്നീട് സുഹൃത്തുക്കൾ, അതിനുശേഷം വരും തലമുറയ്ക്ക് ആവശ്യമായ സമ്പാദനം. അങ്ങനെ ആവശ്യത്തിലധികവും സമ്പാദനം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവന് ആവശ്യം സമൂഹത്തിൻ്റെ ഒരു ആദരവ്, ഒരു നേതാവാവുക, ഭരണകർത്താവുക. അങ്ങനെ ആഗ്രഹങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോയി ഒരു ഘട്ടം കഴിഞ്ഞാൽ അവൻ എന്തിനു വേണ്ടി എന്ന ചിന്തയിലേക്ക് എത്തിച്ചേരുന്നു. എല്ലാം ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിൽ ആശ്രയമില്ലാത്ത രീതിയിൽ ചില ആളുകളെയും കാണാം. അങ്ങനെ നേടിപ്പിടിച്ച പലവിധ കുതന്ത്രങ്ങളിലൂടെയും സമ്പാദിച്ച സ്വത്തുക്കളും എല്ലാം ഉണ്ടായിട്ടും ഇനി എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ഉത്തരം തേടുവാനായിട്ട് പലരും ക്ഷേത്രങ്ങളിലേക്കും ദൈവസന്നിധിയിലേക്കും ആയി ഓടിപ്പോകാൻ തുടങ്ങും. അവിടെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രസക്തി. എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി ഈ വാചകം പൊതുവെ എല്ലായിടത്തും മന്ത്രമായി ക്ഷേത്രങ്ങളിലും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി ഒന്നുമില്ലായ്മയിൽ തന്നെ അവസാനിക്കുന്ന ഈ മനുഷ്യജീവിതത്തെ നമ്മൾ വളരെ ആനന്ദകരമായി പ്രയോജനപ്പെടുത്തുക, ജീവിക്കുക. നാം ഓരോരുത്തരും നമ്മുടേതല്ലാത്ത അന്യൻ്റെ ദുഃഖങ്ങളെയും പരിഹരിക്കാൻ അതിൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്ത് ഒരു പുത്തൻ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അടിത്തറവാകാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മയ്ക്ക് എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. സ്വയബുദ്ധി നല്ല നിലയിൽ വളർത്തുന്നതിന് പകരം സ്വയബുദ്ധിയെ നശിപ്പിച്ച് ഒരു മാനസിക രോഗിയോ ഭ്രാന്തനോ മന്ദബുദ്ധിയോ ആക്കി മാറ്റാതെ സൽബുദ്ധിയോടുകൂടി നമ്മുടെ നാട്ടിലെ പൗരന്മാർ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് കഴിയാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു.